ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ചക്കയും ബീഫാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നമുക്ക് മീറ്റ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നെ വേറെ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വിനാഗിരിയുടെ പുളി തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വിനാഗിരി ഏകദേശം ഒരു സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. ഉപ്പ് ഇത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുമല്ലോ. ആ സമയത്ത് നമുക്കിനി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ആ മീറ്റും പൊടികളും സവാള എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം. വിനാഗിരി എല്ലാ ഭാഗത്തും എത്തണം. അപ്പോഴാണ് മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് ഒരു 6 വിസിലോളം അടുപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരെയാക്കി വെച്ചിരിക്കണം ചക്ക പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഒരു ഇച്ചിരി ഉപ്പ് തിരുമ്മിയിട്ടാണ് ഇത് പുഴുങ്ങാൻ വെക്കുന്നത്. കുറച്ച്, കാരണം ബീഫ് കറിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പിടിച്ചോളും. ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത് ആവി കയറട്ടെ. ആ സമയത്ത് നമുക്ക് ഒരിച്ചിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി എണ്ണയിൽ വഴറ്റിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് നമ്മുടെ ചക്ക അവിടെ ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് എരിവൊക്കെ വേണമെങ്കിൽ, കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കറിയൊക്കെ എരിവ് പാകമാണ്. ഇനി ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരിച്ചിരി ചാറുള്ള സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ചക്കയിലേക്ക് കറക്റ്റ് ആ ബീഫിൻ്റെ ചാറൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതുപോലെ എല്ലാ ചക്കയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ചക്ക വേവിക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോണ തരത്തിൽ വേവിക്കരുത്. നമ്മൾ ഈ ചാറിലിട്ടിട്ട് അത് ഒന്ന് നന്നായിട്ട് വെന്തോളും. പിന്നെ അപ്പോൾ കുറച്ചിങ്ങനെ കഷ്ണം പോലെ ആയി കിടക്കുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതുപോലത്തെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ചാറൊക്കെ ഒന്ന് വറ്റി ചക്കയിലേക്കൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇതേ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഗ്രേവി പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എരിവും ഉപ്പും ഒക്കെ കറക്റ്റ് ഭാഗമാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് കടിക്കാൻ രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.